മിഡിൽ ഈസ്റ്റിലെ ആകാശം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിനു മുകളിലാണ് ഇറാൻ നിൽക്കുന്നത്. ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ 2 യുദ്ധവിമാനങ്ങളാണ് അമേരിക്ക സജ്ജമാക്കിയിരിക്കുന്നത്. ഏത് നിമിഷവും ഇറാന്റെ പ്രതിരോധ കോട്ടകൾ തകർത്ത് ബോംബുകൾ വർഷിക്കാൻ ശേഷിയുള്ള B-1 ലാൻസറും B-2 സ്പിരിറ്റും. ഇവയിൽ ഏതാണ് കൂടുതൽ അപകടകാരി? ഏതാണ് ശത്രുവിന്റെ നെഞ്ചിൽ കൂടുതൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുക? ആകാശയുദ്ധങ്ങളുടെ ചരിത്രം മാറ്റിയെഴുതുന്ന ആ മാരകായുധങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അമേരിക്കൻ വ്യോമസേനയുടെ പടക്കുതിരയായ B-1 ലാൻസർ എന്ന കരുത്തൻ തന്നെയാണ് ഈ പോരാട്ടത്തിൽ ആദ്യം നിൽക്കുന്നത്. US വ്യോമസേനയിലെ ഏറ്റവും വലിയ ആന്തരിക പേലോഡ് വഹിക്കാനുള്ള റെക്കോർഡ് ഈ വിമാനത്തിന് സ്വന്തമാണ്. വിശ്വസിക്കാനാവില്ലെങ്കിലും ഏകദേശം 34,000 കിലോഗ്രാം വിവിധ യുദ്ധോപകരണങ്ങളാണ് ഒറ്റ പറക്കലിൽ വഹിക്കാൻ B-1 ലാൻസറിന് കഴിയുന്നത്. അതായത് ഒരു വിമാനത്തിന് ഒറ്റയടിക്ക് ഒരു വലിയ നഗരത്തെ തന്നെ ഇല്ലാതാക്കാൻ ആവശ്യമായ ഫയർ പവർ ഇതിലുണ്ട്. ഇറാന്റെ സൈനിക താവളങ്ങളെയും ആയുധപ്പുരകളെയും ലക്ഷ്യം വെച്ചുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടാണിത്. എന്നാൽ ഇതിനോട് മത്സരിക്കാൻ B-2 സ്പിരിറ്റ് എന്ന സ്റ്റെൽത്ത് ബോംബറുണ്ട്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ഒളിച്ചു പറത്താനുള്ള സ്റ്റെൽത്ത് പ്രൊഫൈൽ നിലനിർത്തേണ്ടതിനാൽ B-2 സ്പിരിറ്റ് വഹിക്കുന്നത് ഏകദേശം 18,000 കിലോഗ്രാം എന്ന ചെറിയ ആന്തരിക ലോഡ് മാത്രമാണ്. B-1 ലാൻസറിന്റെ പകുതി ശേഷി മാത്രമേ ഇതിനുള്ളൂവെങ്കിലും ശത്രുവിന്റെ കണ്ണിൽ പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇതിന് കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സാച്ചുറേഷൻ സ്ട്രൈക്കിൽ, അതായത് ശത്രുവിനെ ബോംബുകൾ കൊണ്ട് മൂടേണ്ടി വരുമ്പോൾ B-1 ലാൻസറിന് ഒരേ സമയം 84 MK-82 പരമ്പരാഗത 500 പൗണ്ട് ബോംബുകൾ വർഷിക്കാൻ കഴിയും. സമാനമായ ദൌത്യത്തിൽ 80 ബോംബുകൾ വർഷിക്കാനുള്ള ശേഷിയുമായി B-2 സ്പിരിറ്റ് തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. കൃത്യതയോടെയുള്ള ആക്രമണങ്ങൾക്കാണ് ലക്ഷ്യമെങ്കിൽ അവിടെയും B-1 ലാൻസർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. 24 GBU-31 JDAM പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ വരെ വഹിക്കാൻ ഇതിന് കരുത്തുണ്ട്. എന്നാൽ B-2 സ്പിരിറ്റിലേക്ക് വരുമ്പോൾ വലിയ കൃത്യതയുള്ള 16 യുദ്ധോപകരണങ്ങൾ മാത്രമേ അതിൽ ഉൾക്കൊള്ളുകയുള്ളൂ. പക്ഷേ ഇറാന്റെ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആണവ കേന്ദ്രങ്ങളും കമാൻഡ് സെന്ററുകളും തകർക്കാൻ ഒരൊറ്റ ആയുധമേ ലോകത്തുള്ളൂ. അത് GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന ഭീകരൻ ബോംബാണ്. 13,600 കിലോഗ്രാം ഭാരമുള്ള ഈ ബങ്കർ ബസ്റ്റർ വഹിക്കാൻ B-2 സ്പിരിറ്റിന് മാത്രമേ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ദൌത്യങ്ങൾക്ക് അമേരിക്കയ്ക്ക് B-2 സ്പിരിറ്റിനെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കാനില്ല. B-1 ലാൻസർ കൂടുതൽ ബോംബുകൾ വഹിക്കുന്നുണ്ടെങ്കിലും അതിന് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഇല്ല എന്നതാണ് പ്രധാന പോരായ്മ. അതിനാൽ ഇറാന്റെ കൈവശമുള്ള റഷ്യൻ നിർമ്മിത S-300 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിക്കണമെങ്കിൽ B-1 ലാൻസറിന് കൂട്ടിന് മറ്റ് യുദ്ധവിമാനങ്ങളുടെ അകമ്പടി അനിവാര്യമാണ്. എന്നാൽ B-2 സ്പിരിറ്റിന്റെ അവസ്ഥ അതല്ല. നിരീക്ഷിക്കാൻ കഴിയാത്ത കുറഞ്ഞ രൂപകൽപ്പന കാരണം ഏത് ശക്തമായ വ്യോമാതിർത്തിയിലും സ്വതന്ത്രമായി കടന്നു ചെന്ന് ബോംബ് വർഷിക്കാൻ B-2 സ്പിരിറ്റിന് കഴിയും. ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ബോംബുകളുടെ എണ്ണത്തിൽ B-1 ലാൻസർ വിജയിക്കുമ്പോൾ അതിശക്തമായ സൈറ്റുകൾ തകർക്കാൻ വേണ്ട ഭാരമേറിയ പെനട്രേറ്ററുകൾ എത്തിക്കാൻ B-2 സ്പിരിറ്റ് തന്നെ വേണം. അമേരിക്കയുടെ പടുകൂറ്റൻ ബോംബറുകൾ വലിയ സാങ്കേതിക വിദ്യയുടെ വിസ്മയങ്ങളാണെന്നതിൽ തർക്കമില്ല. എന്നാൽ ഇത്രയേറെ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇത്രയും ചെലവേറിയ വിമാനങ്ങളെ വെറും നിസ്സാരമായ ഇറാന്റെ ചാര ഡ്രോണുകളും കുറഞ്ഞ ചെലവിലുള്ള മിസൈലുകളും കൊണ്ട് നിഷ്പ്രഭമാക്കാൻ സാധിക്കുമോ? ആധുനിക യുദ്ധങ്ങളിൽ പലപ്പോഴും വമ്പൻ സാങ്കേതിക വിദ്യകൾക്ക് പകരം ബുദ്ധിപരമായ നീക്കങ്ങളാണ് വിജയം നിശ്ചയിക്കുന്നത്. യുദ്ധം ആർക്കും ശാശ്വതമായി വിജയം കൊണ്ടുവരില്ല. അത് നാശങ്ങൾ മാത്രമേ സമ്മാനിക്കൂ. സ്ഫോടനങ്ങൾക്കും വെടിവെച്ചകൾക്കും അപ്പുറം സമാധാനത്തിന്റെ ദിനങ്ങൾക്കായി നമുക്ക് പ്രത്യാശിക്കാം.